ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഈ ഒരു സീസൺ 7ലെ കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയുമ്പോൾ തീർത്തും വകതിരിവില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. നിങ്ങൾ പ്രേക്ഷകർ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ 7ാമത്തെ സീസൺ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 7 സീസണും വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു സീസണും ഏകദേശമൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ഒരു പരിധി വരെയൊക്കെ ബിഗ് ബോസിന്റെ ഓർഡേഴ്സ് ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. ബിഗ് ബോസ് പറയുന്നത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസിന്റെ ആ ഒരു നിയന്ത്രണത്തിനായിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചും ബിഗ് ബോസ് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ പോലുമുള്ള സമയം അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. അതിനുള്ള ഒരു റെസ്പെക്ട് പോലും ബിഗ് ബോസിനോട് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ബിഗ് ബോസ് ഒക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി വന്നത് കൊണ്ട് ഓരോ ടാസ്കുകളാണെന്നുണ്ടെങ്കിലും ഓരോ സന്ദർഭങ്ങളിലും ബിഗ് ബോസ് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പോലും പകുതി കേട്ടിട്ട് അവരങ്ങ് തീരുമാനിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം ഇതിക്ക് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ബിഗ് ബോസ് പലതവണ പറഞ്ഞതുമാണ്, നമ്മളും ശ്രദ്ധിച്ചതാണ്. ഇവർ പല ടാസ്കുകളിൽ പോലും ടാസ്ക് ലെറ്റർ പകുതി വായിക്കും, ഇല്ലെങ്കിൽ ഒരാൾ മൊത്തം വായിക്കും. അതിൽ പലരും പലതും ശ്രദ്ധിക്കാറ് പോലുമില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും അവരെന്തൊക്കെയോ ഊഹിച്ച് അവരവരുടേതായ രീതിയിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങൾ നേരെ ചൊവ്വേ ചെയ്തിട്ടില്ല, നിങ്ങൾ മൊത്തവും ശ്രദ്ധിച്ച് വേണ്ട പോലെ അല്ല ചെയ്തിരിക്കുന്നത്, പറഞ്ഞ കാര്യങ്ങളല്ല ചെയ്തിരിക്കുന്നത്. ഓരോന്ന് തിരിഞ്ഞും മറിഞ്ഞും പോകുന്നു. അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ മുൻ സീസണുകളിൽ കണ്ടിട്ടുള്ള ടാസ്കിൻ്റെതായിട്ടുള്ള രീതികൾ വരുമ്പോൾ ഇവർ അങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പല ഷോകളിലും കണ്ടിട്ടുള്ള ടാസ്കുകളുടെ ഏകദേശ സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ അത് അങ്ങനെയാണെന്ന് കരുതി ഇവരങ്ങോട്ട് ചെയ്യുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇടയ്ക്ക് പറയുന്ന ഒരു സംഭവങ്ങൾ പോലും കേൾക്കാനുള്ള മനസ്സ് ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ പല ടാസ്കുകളിലും ഫെയിലായി പോകുകയും പല ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ഇത് പറയാനുള്ള കാരണം ഇന്നലത്തെ ആ ഒരു കൊടികുത്തൽ ടാസ്ക് അത്യാവശ്യം ഫിസിക്കൽ ടാസ്ക് ആണ്. ഈ ഒരു സീസണിലെ നല്ലൊരു മികച്ച ഫിസിക്കൽ ടാസ്ക് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു കൊടികുത്തൽ ടാസ്ക് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊടികുത്തൽ ടാസ്കുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം പിടിയും വലിയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അത് കൂടിക്കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ ടാസ്ക് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് പലതവണ പറഞ്ഞു ടാസ്ക് നിർത്താൻ പല സമയത്ത് പറഞ്ഞു. അതുപോലെ തന്നെ ബസർ കണ്ടിന്യൂസ്ലി അടിച്ചു. എന്നിട്ടും കണ്ടസ്റ്റൻസ് ഒന്നും ഇത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരസ്പരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പും ടാസ്കിനിടയും ബിഗ് ബോസ് പറഞ്ഞു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗെയിം അല്ല, മത്സരമാണ്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുക, അറ്റാക്ക് ചെയ്യാതെ ആ ഒരു ഗെയിമായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ബിഗ് ബോസ് വാൺ ചെയ്തിട്ടും ടാസ്കിനിടയിൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ പോലും ഇവർ ശ്രദ്ധിക്കാതെ ഇവരുടേതായ ഇഷ്ടത്തിന് തോന്നിയ പോലെയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് മാത്രമല്ല, പല ടാസ്കുകളിലും ബിഗ് ബോസ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേൾക്കാൻ പോലും തയ്യാറല്ല. നമ്മുടെ ഇതിന് മുന്നേ ഒരു ഇടയ്ക്ക് നമ്മുടെ ഒരു വീക്കിലി ടാസ്കിന്റെ ഇടയ്ക്ക് നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ എടുത്തു വെക്കാൻ നടക്കുന്ന ഒരു ടാസ്ക് നടന്നു. ബിഗ് ബോസ് ഫ്രിഡ്ജിനുള്ളിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതിനകത്ത് വെക്കാനാണ് പറഞ്ഞത്. ഇവര് ടാസ്ക് ലെറ്റർ വായിച്ചിട്ട് പാതി കേട്ടു പാതി കേട്ടില്ലെന്ന മട്ടിൽ പോയി അവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം വാരിപ്പുറക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ബിഗ് ബോസ് പറയുമ്പോഴാണ് അറിയുന്നത് അതിനകത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ. അതായത് അത്രയ്ക്കും കോമൺ സെൻസ് പോലും ഇല്ലാത്ത വിവരദോഷികളായിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിൽ. എല്ലാരെയും ഒന്നും അല്ല കേട്ടോ പറയുന്നത്, മെജോറിറ്റി ഓഫ് കണ്ടസ്റ്റൻസും പാതി കാര്യങ്ങൾ കേൾക്കാതെ പാതി കാര്യങ്ങൾ ചിന്തിക്കാതെ ബിഗ് ബോസ് എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാതെ ഒരു വിവരവുമില്ലാതെ പ്രവർത്തിക്കുന്ന കുറെ കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബിളി മുൻ സീസണുകളിൽ അല്ലെങ്കിൽ 5ഉം 6ലും കണ്ടുവന്നതിനേക്കാളും ഏറ്റവും മോശം സീസൺ ആകാനുള്ള സകല സാധ്യതകളും ഉണ്ട്. ഒരു ടാസ്ക് പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ടാസ്കിനിടയിൽ ബിഗ് ബോസ് കൊടുക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ബിഗ് ബോസിന് പുല്ലുവിലയാണ് ഇവർ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും ബിഗ് ബോസിനെ ഇവർ ഒബേ ചെയ്യുന്നോ ബിഗ് ബോസ് പറയുന്നത് കേൾക്കാനോ ബിഗ് ബോസിനെ പോലും പോ എന്ന മട്ടിലാണ് എല്ലാവരും തന്നെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബിഗ് ബോസ് എന്തുകൊണ്ട് അത് അലോ ചെയ്ത് കൊടുക്കുന്നു, ബിഗ് ബോസിന്റെ കൺട്രോളിൽ എന്തുകൊണ്ട് കണ്ടസ്റ്റൻസിനെ വരുത്തുന്നില്ല. ടോട്ടലി ഈ ഒരു സീസൺസ് തന്നെ ഔട്ട് ഓഫ് കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോഴും ബിഗ് ബോസിന്റെ സൗണ്ട് കണ്ടസ്റ്റൻസിനൊക്കെ ഒരു ഭയം ഉണ്ടാകും. ആ ഓർഡറുകൾ കേൾക്കാനും അത് ഏത് ലാംഗ്വേജിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും കണ്ടസ്റ്റൻസിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു
പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം അവിടുന്ന് വരുന്ന ആ ഒരു സംഭവം എന്താണ് എന്നറിയാൻ, അവിടുന്ന് വരുന്ന ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോ ഓർഡർ എന്തെല്ലാമാണെന്നും കണ്ടസ്റ്റൻസിന് ഓരോ ഭയമുണ്ടാകും അതിനകത്ത് നിൽക്കുന്ന സമയത്ത്. ഇത് ഒരു സംഭവങ്ങളും ഇല്ല, ബിഗ് ബോസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും അവരെ പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് പ്രവർത്തിക്കുമെന്ന രീതിയിലാണ് നല്ലൊരു ശതമാനവും കണ്ടസ്റ്റൻസിന്റെ ഒരു മനോഭാവവും അവര് ഗെയിമിലേക്ക് പോകുന്നതും. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പല ഗെയിമുകളിലും ചിലപ്പോൾ അപകടങ്ങൾ വരെ സംഭവിച്ചേക്കാം. കാരണം ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് നടത്തേണ്ടതെന്നും എങ്ങനെയാണ് നടത്തേണ്ടതെന്നും ഒന്നും ഒരു ശ്രദ്ധയില്ല. തോന്നിയ പോലെ തോന്നിയവാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ ഇതുപോലെയുള്ള ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസിനെയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് എന്ത് എൻഗേജ്മെന്റും എന്ത് ഇൻട്രസ്റ്റിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന എന്ത് സംഭവമാണ് കിട്ടുന്നതെന്ന് ഒരു എത്തും പിടിയും നിലവിൽ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറയുക. നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇതുവരെ ഇപ്പൊ മൂന്നാമത്തെ ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ബിഗ് ബോസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കുന്നുണ്ടോ? ടാസ്ക് ലെറ്റർ പ്രോപ്പറായിട്ട് വായിച്ചിട്ടാണോ ഇവർ ചെയ്യുന്നത്? വായിച്ച് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്? അതോ പാതി മനസ്സിലാക്കി പോയി ചെയ്ത് അത് പിന്നീടാണോ ഇവര് ബിഗ് ബോസ് പറയുമ്പോഴാണോ അതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ മനസ്സിലാക്കുന്നത്? അതുപോലെ കണ്ടസ്റ്റൻസിന്റെ പൊതുവെ ബിഗ് ബോസിനെ ഒരു പേടിയില്ലായ്മ, അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ബിഗ് ബോസിനെ ഒബൈ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട്, ഒരു റെസ്പെക്ട് ഇല്ലായ്മ എല്ലാം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എനിക്കത് പേഴ്സണലി തോന്നി. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു വകതിരിവും ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിൽ. അത് ഇന്നലത്തെ ആ ഒരു ഒറ്റ ടാസ്കിൽ കൂടെ എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.